ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. നല്ല മഴയാ, പനിയും ഉണ്ട്. എന്തായാലും തിരിക്കുവാണ് ഇവിടുന്ന്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിലോട്ട് രാവിലെ ഇന്നലെ തിരിച്ചായിരുന്നു. ഇന്നലെ തിരിച്ച് അനിയത്തിയുടെ അടുത്ത് നിന്നായിരുന്നല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചു. ഇടയ്ക്ക് ഞങ്ങളിപ്പം തമിഴ്നാട്ടിൽ ഇവിടെ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് റോക്കി ഇറക്കി അവന് വെള്ളം എല്ലാം കൊടുത്ത് ഇനി അടുത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള യാത്രയിലേക്ക്. എൻ്റെ ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലോ. അപ്പോൾ എൻ്റെ ഉച്ചയ്ക്കുള്ള മരുന്നുണ്ട്, അതുകൂടെ കഴിച്ചിട്ട് അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാനൊരു ഉറക്കം ഉറങ്ങും, ചേട്ടായി അങ്ങ് വണ്ടി ഓട്ടിക്കും. അങ്ങനെ എൻ്റെ മരുന്നെല്ലാം കഴിഞ്ഞ് ഞാൻ ഓക്കെയാണ്. ഞാൻ ഇച്ചിരി കിടക്കാൻ പോകുന്നു. ചേട്ടായി സ്റ്റാർട്ട് ചെയ്തോ. ചേട്ടാ ഇതാണല്ലേ മധുരൈ രാജപാളയം ഹൈവേ. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് വരുമ്പം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതുവരെ പൂർത്തിയായെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതിലോട്ട് കയറിയപ്പോൾ ഒരു സമാധാനം. അടിപൊളി റോഡ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കല്ലേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കുണ്ടും കുഴിയും. രാവിലെ നമ്മുടെ എത്ര മണിക്ക് 9:30 തിരിച്ചത്, ഇപ്പൊ 2:30 ഇതുവരെ വന്നത് 145 കിലോമീറ്ററാണ്. പക്ഷെ നമ്മൾ പതുക്കെയല്ലേ വന്നത്, അതുകൊണ്ടാണ്. ഒത്തിരി സ്ഥലത്ത് നമ്മൾ പതുക്കെയാ വന്നത്. ഇനി നമുക്ക് വേഗം പോണം, എന്നാലേ അങ്ങ് എത്തുള്ളൂ. വിട്ടോ വണ്ടി സ്പീഡിലൊന്നും വിടില്ല. പറഞ്ഞിട്ടുള്ള വേഗതയിലേ പോകണം, അല്ലാതെ അതിനപ്പുറം പോയാൽ ശരിയാവില്ല. വീട്ടില് ബില്ല് വരും. ബില്ലിനോടൊപ്പം ഒരു നോട്ടീസും. നമ്മൾ 4 വരി പാതയിൽ കയറി എന്നുള്ള സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ 2 വരി പാതയുണ്ട്. പക്ഷെ ഇടയ്ക്കുള്ള റോഡ് ഒത്തിരി മോശമാണ്. ഈ 4 വരി പാത ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പണി നടക്കുന്നത്, സൈഡ് വഴി വിടുന്നത് വെറും പന്ന റോഡ്. ഇതിനെക്കാളും നമുക്ക് മറ്റേ റോഡ് മതിയായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയ റോഡ്, അങ്ങോട്ട് വന്ന റോഡ് ഏതായിരുന്നു ചേട്ടാ? നാവറോ അല്ലേ? പക്ഷെ അത് തന്നെ എളുപ്പം കേട്ടോ ചേട്ടാ. പിന്നെ ഒരു ദിവസം അവളുടെ അടുത്ത് നിൽക്കാൻ കണക്കാക്കി വന്നതുകൊണ്ടല്ലേ നമ്മള്. അങ്ങനെ നമ്മള് ജമ്മു കന്യാകുമാരി ഹൈവേയിലോട്ട് കയറി. എത്ര മണിക്കൂർ എടുത്തു കേട്ടോ ഇവിടെ വരെ എത്താൻ? നമ്മൾ ഈ ഹൈവേ കയറാൻ വേണ്ടി 6 മണിക്കൂർ എടുത്തോ? അവിടെ നിന്ന് കുമ്പാരിക്ക് തിരിച്ചല്ലേ? 6 മണിക്കൂർ എടുത്ത്. 6 മണിക്കൂറിന് അടുപ്പിച്ചെടുത്തു. ഇനി നമുക്ക് കുഴപ്പമില്ല, ഈ ഹൈവേ തന്നെ എല്ലാം വരെ. ബാംഗ്ലൂർ എത്ര കിലോമീറ്റർ ഉണ്ട്? ബാംഗ്ലൂർ ഇനി 429 കിലോമീറ്റർ. അത് നമ്മുടെ DRD അവിടെ വരാം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ റോഡിൽ പോകുമ്പോണ്ടല്ലോ ചേട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ സൈഡിൽ നിൽക്കുന്ന പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാൻ. ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്യാന്നറിയാം ഒരു അരളിയിൽ ഒരു കമ്പ് കൊണ്ട് നട്ട് പിടിപ്പിക്കാൻ. 3 പ്രാവശ്യം ഒന്നും ഈ പോകുന്ന വഴിക്ക് ഇവിടുന്ന് കമ്പ് എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് പിടിപ്പിക്കാൻ. ഇപ്പൊ കൊണ്ടുവച്ചത് എവിടെ നിന്നുള്ളതാണ്? അത് ബാംഗ്ലൂരിൽ നിന്ന് മുറിച്ചതാ. പക്ഷെ അത് ബാംഗ്ലൂരിൽ ശരിയായി വന്നു. വീട്ടിൽ കൊണ്ടുവന്നത് ചെന്നപ്പോഴത്തേക്ക് അത് വാടി, അത് പോയി. അത് രക്ഷപ്പെട്ടു. ഇവിടെ 478 കിലോമീറ്റർ ബോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് ബാംഗ്ലൂര്. പക്ഷെ നമ്മുടെ മാപ്പിൽ 422 ഉള്ളൂ. 53-54 കിലോമീറ്റർ കൂടുതൽ കാണിക്കുന്നത്. കൂടുതൽ അരളിച്ചെടിയാ. വേറെ മഞ്ഞപ്പൂള എന്താണ്? അതിന്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ അരളിച്ചെടിയുടെ പല കളറും ഉണ്ട്. എന്ത് രസമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടാ പിടിച്ചു വരുമോ? എവിടെ ഒരിക്കൽ പിടിച്ചതല്ലേ നമ്മുടെ അടുത്ത്. അത് ഇവിടെ എല്ലാരും പറിച്ചു. അരളി വീട്ടിൽ നട്ടൂടാന്ന് പറഞ്ഞിട്ട് വലിച്ചു വീഴുന്നതാ. ആരെങ്കിലും എന്തെങ്കിലും പറയണതും കേട്ടോണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇവിടെ നിറച്ച് പൂക്കള്. ഓണ സമയമാകുമ്പോ ഇങ്ങോട്ട് വന്നാ അത്ത വിടാനുള്ള പൂക്കൾ മൊത്തം ഇവിടുന്ന് കിട്ടും. ചെറുതായിട്ട് മഴ ചാറുന്നു.
കേട്ടോ. ഇവിടെ നിർത്താൻ തോന്നുന്നു, ഫോട്ടോയൊക്കെ എടുക്കാൻ തോന്നുന്നു കേട്ടോ. മഴ പെയ്യുമല്ലേ? മഴ പെയ്യുന്നു. നല്ല മഴയാണ് കേട്ടോ. രണ്ട് കണ്ടുകൂടാ, അത്രയ്ക്ക് മഴയാണ്. ഇപ്പൊ കുറച്ച് മഴ തോന്നുന്നു കേട്ടോ. ഇല്ല നോക്കിക്കേ, വണ്ടിയുടെ ബാക്കിൽ നോക്കിക്കേ, അത് റോഡിൽ കിടക്കുന്ന വെള്ള. അല്ല നല്ല മഴയുണ്ട്. ഇല്ല അതുകൊണ്ട് വൈപ്പർ ഇടയ്ക്കിടയ്ക്ക് ഇട്ടാ മതിയല്ലോ ഇപ്പൊ. നല്ല മഴ പെയ്തു. നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്നു ഇവിടെയൊക്കെ. റോഡിൽ കിടക്കുന്ന വെള്ളം സ്പ്രേ ആയിട്ട് അത് പോകുന്നതാണ് ടയറിന്നെ. പ്രഷർ കൊണ്ട് പോകുന്നത്. വീണ്ടും തുടങ്ങി മഴ. ഈ യാത്ര കൊള്ളാം, ചൂടില്ല. എനിക്ക് പനിയായോണ്ടായിരിക്കും തണുത്ത് കുറച്ചുകൂടെ തണുത്തോട്ടെ എന്ന് കരുതി. ഇപ്പൊ നല്ല മഴയായി ചേട്ടാ. അത്ര മഴയാണ്. എവിടെ എത്തിയെന്നല്ല അറിയാവട്ടോ. എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞൂടാ. ഇപ്പൊ മധുര കഴിഞ്ഞു, അടുത്ത് ഇനി ദിണ്ടുകലും കഴിഞ്ഞു. ദിണ്ടുകലും കഴിഞ്ഞ് ഇനി അടുത്ത് വരുന്നത് സേലം. സേലം റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത സേലത്തേക്ക്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഒരു ടോൾ പ്ലാസ കഴിഞ്ഞായിരുന്നേ, അവിടെ ഞാൻ ഇറങ്ങി. നീ ഉറങ്ങി കിടക്കായിരുന്നു. അപ്പോഴവിടെ ഇറങ്ങി റോക്കിക്ക് വെള്ളവും കൊടുത്തു, ഞാൻ ഒരു ചായയും കുടിച്ചു. പക്ഷെ ചായ കുടിക്കാൻ പോയപ്പോ ചായയുടെ ടേസ്റ്റിനൊരു നമ്മുടെ ചായയുടെ ഒരു ടേസ്റ്റ് ഇല്ല, ഒരു സുഖമില്ലായിരുന്നു ചായക്ക്. അല്ല, ഈ തെർമസിൽ അടിച്ചു വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു ചായയാണ്. പക്ഷെ അത് ഉടനെ അടിച്ചു തന്നതാണ്, എന്താന്ന് അറിഞ്ഞൂടാ. അതാ ഇനി തേയിലപ്പൊടിയുടേതാണെന്നും അറിയില്ല. ഒരു സുഖമില്ല, ചായ കുടിച്ചതായിട്ട് തോന്നിയില്ല. നമ്മൾ ഈ തെർമസിലൊക്കെ ചായ അടിച്ചു വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരില്ലേ, ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ. ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന്. ഇവിടെയൊക്കെ കണ്ട ചെറിയ മുൾച്ചെടികളാണ് സൈഡുകളിലെ. എന്നാലും കഴിഞ്ഞ ഒരു ടോൾ പ്ലാസയിൽ നിന്ന് അടുത്ത ടോൾ പ്ലാസ എത്തുന്ന വരെയുള്ള റോഡെന്ന് പറയുന്നത് നല്ല സൂപ്പർ റോഡ്. ഒരിടത്തും ബ്രേക്ക് ഔട്ടേണ്ടി വന്നില്ല. അങ്ങനെയുള്ള ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഇങ്ങ് പോന്നു. വരിയായിട്ട് ഒരു വണ്ടിയുടെ പുറകെ പിടിച്ച് ഇങ്ങ് പോന്നു. ബ്രേക്ക് ചവിട്ടേണ്ടേ വന്നില്ല. വളവുകളിൽ മാത്രം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കൊടുത്തേ ഉള്ളൂ. പിന്നെ ഇങ്ങ് സുഖമായിട്ട് ഇങ്ങ് പോന്നു. ഇപ്പോഴത്തെ ഈ റോഡും കുഴപ്പമില്ല. പക്ഷെ ആ റോഡിൽ വരയില്ലായിരുന്നു, പുതുതായിട്ട് തൊട്ടാറിട്ടതാണ്. വരഞ്ഞിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. ഈ റോഡ് ഇപ്പൊ മാർക്ക് ചെയ്തേക്കുന്നു, പഴയ റോഡ്. ഇത് എന്നാലും നല്ല രസമുണ്ട്. റോഡ് തിരക്കില്ല. ഇപ്പൊ സമയം 5 മണിയായി. നമ്മളിപ്പോ അഞ്ചലിൽ നിന്ന് ഇതുവരെ എത്തിയത് 308 കിലോമീറ്റർ എത്തി. ബാംഗ്ലൂരിലേക്ക്. നമ്മുടെ DRDO വരെയാണോ? വീട് വരെ. രാത്രി 12 മണി തന്നെ. ഏതോ ഒരു നദിയാണല്ലോ ഇത്. നദിയാണല്ലേ? നല്ലൊരു വലിയൊരു പാലവുമാണ്. വെള്ളമുണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല, ചെറിയൊരു ഇതേ ഉള്ളൂ. വണ്ടിക്ക് ഹൈറ്റ് ഇല്ലല്ലോ. ഇത് സേലത്തിന് മുമ്പുള്ള ഒരു ഇതാണ്. അതായത് ഇപ്പൊ ഇനി അടുത്തെത്തുന്നത് നാമക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. നാമക്കലോ? നാമക്കൽ ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് സേലം വരുന്നത്. സേലം ഇനി 80 കിലോമീറ്റർ ഉണ്ട്, അപ്രോക്സ് 80 കിലോമീറ്റർ. അപ്പൊ ഇനി അപ്പോഴത്തേക്ക് നമ്മൾ രാത്രിയാവും. കുറച്ച് ബേക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഏത് പാലാണെന്ന് അറിയില്ല. അവിടെ കുറച്ചുകൂടെ മുമ്പ് പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ആ ബോർഡിൽ നോക്കണം. വായിച്ചു നിൽക്കാൻ പോവല്ലേ, നമുക്ക് ഇത് എടുക്കാം. ബോർഡ് ഏത് സൈഡിലാ കണ്ടേ? റൈറ്റ് സൈഡിലാന്ന് തോന്നുന്നു. ബാംഗ്ലൂർ 276, സേലം 80, നാമക്കൽ 20 കിലോമീറ്റർ. അപ്പൊ കറക്റ്റ് തന്നെ പറഞ്ഞത്. ഏകദേശം സമയം സന്ധ്യയായി വരുന്നു. ഇനിയിപ്പോ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നതുപോലെ ആവും. ഇനിയിപ്പം വീഡിയോ ഒന്നും സ്ഥലങ്ങളൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ 5:34.
5:34 ആയപ്പോഴത്തേക്ക് ഇത്രയും ഇതായി തുടങ്ങിയോ? സന്ധ്യ ആയതുപോലെ ആയി. 5:34 ഇവിടെ ഡൈവേർഷൻ ആയിരുന്നേ. അപ്പുറത്ത് സൈഡ് വാൾ കിട്ടുന്നുണ്ട്, അങ്ങനെ പണി നടക്കുന്ന. സൈഡുകൾ കിട്ടുന്നതിന്റെ ആണോ? ആ, ഇതൊക്കെ തെങ്ങുണ്ട്. ഇവിടുന്നൊക്കെയുള്ള കരിക്കായിരിക്കും അങ്ങോട്ട് പക്ഷെ വരുന്നത്. തെങ്ങുണ്ടെങ്കിൽ അതിനകത്ത് ഇതൊന്നുമില്ല, അങ്ങനെ വിളഞ്ഞ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴത്തോട്ടം ഉണ്ട്, ആ സൈഡിൽ കുറച്ച് വാഴ കൃഷിയുണ്ട്. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇപ്പൊ ഇവിടെ തന്നെ കുറച്ച് കൃഷി ഇതൊക്കെ കാണുന്നേ. അതെന്താ കൃഷിയാ? അതെന്താന്ന് ഒരു പിടിയില്ല ചേട്ടാ, ഇത്രയും സ്പീഡില് പോകുന്ന ഞാൻ എങ്ങനെ മനസ്സിലാക്കാതെ അത്രയും എന്തോണെന്ന് വാഴയുണ്ട്. ഒന്നും മനസ്സിലാവണില്ല എന്താണ് അവിടെ. ഒന്നാമത് ഇതായി ഗ്ലാസും. താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ആ വാഴ ചേട്ടന്മാരുടെ വാഴയുണ്ട്, വാഴ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ റോക്കിയുടെ സൗണ്ട് അതുപോലെ നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? റോക്കി അവിടെ കിതയ്ക്കുന്നത്. പക്ഷെ വണ്ടിക്കകത്തൊന്നും ചൂടൊന്നും ഇല്ല, പുറത്തും കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അവന് വണ്ടി കയറുമ്പോ ഇങ്ങനെ കിതയ്ക്കണമെന്നല്ല അറിയായിരിക്കും, അതായിരിക്കും. അതല്ല, വണ്ടി കയറുമ്പോൾ മാത്രമല്ലല്ലോ, നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ റെഡിയായി തുടങ്ങുമ്പോൾ തന്നെ അവന്റെ കിതപ്പ് തുടങ്ങും. ബാംഗ്ലൂർ ഇനി 275 കിലോമീറ്റർ. 275 ഇല്ലേട്ടാ, 266 ഉള്ളൂ. അപ്പൊ നമ്മുടെ രണ്ടുപേരും ഡെസ്റ്റിനേഷൻ വേറെ വേറെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്ന ബാംഗ്ലൂർ വേറെ സ്ഥലത്തായിരിക്കും. ചിലപ്പോ അവരുദ്ദേശിക്കുന്നതിന് വരെ എയർപോർട്ട് റോഡ് വല്ലതും ആണോന്ന് അറിയില്ല, അങ്ങ് വല്ലതും ആണോന്ന് അറിയില്ലല്ലോ. ഇത് വൈറ്റ് ഫീൽഡോ അതുമല്ല ആയിരിക്കും. അല്ല, വൈറ്റ് ഫീൽഡ് വഴിയില് നമ്മള് പോകുന്നേ. വൈറ്റ് ഫീൽഡ് കഴിഞ്ഞ് നമുക്ക് പോണ്ടേ. മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, സാറ്റലൈറ്റ്. ഇത് കരിമ്പാണോ ഇവിടെ ഇട്ടിരിക്കുന്ന? കരിമ്പ് സാറ്റലൈറ്റ് ആയിരിക്കും ഇതിൽ ചിലപ്പോ കാണിക്കുന്നത്. അതായിരിക്കും. കാരണം നമ്മള് വൈറ്റ് ഫീൽഡും കഴിഞ്ഞ് നമുക്ക് പോണം. ഒന്നൊരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ മജസ്റ്റിക്, ഇത് രണ്ടും ഏതെങ്കിലും ആയിരിക്കും. മജസ്റ്റിക് ആയിരിക്കും. മജസ്റ്റിക് അല്ലേ ബസ് സ്റ്റാൻഡ് വരുന്നേ? അത് സാറ്റലൈറ്റ് ആണോ? പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും KSRTC ബസ് സ്റ്റാൻഡ് അതെല്ലാം അവിടെ. അപ്പൊ അതായിരിക്കും അവർ ഇത് കിലോമീറ്റർ കാണിക്കുന്നേ. ഫ്രണ്ടിലൊരു ഡൈവർഷൻ വരുന്നുണ്ട്. റോഡ് പണി നടക്കുമല്ലേ? നമ്മൾ ഈ റോഡിൽ കയറിയതിനു ശേഷം ഒരു ഡൈവർഷൻ ഇതുവരെ വന്നില്ലായിരുന്നു, ഇപ്പൊ ഫസ്റ്റ് വന്നതാണ്. അപ്പൊ ഇനിയും ടൈം താമസിക്കും നമ്മള്. ഇപ്പൊ ഇവിടെ സ്പീഡ് വീണ്ടും കുറയത്തില്ലേ? പതുക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ എത്രയാ ഡെസ്റ്റിനേഷൻ ടൈം കാണിക്കുന്നത്? എവിടെ? നമുക്ക് അവിടെ മാപ്പില് 5 മണിക്കൂർ ഇനി യാത്രയുണ്ട്. എത്ര മണിക്കൂറാ? എത്ര മണിയാ സമയം? 23, അതായത് 11:05 കാണിക്കുന്നത്. ലേഡി സൈഡിൽ കൂടെ കയറി പോയത് ഇപ്പോ. ഞാൻ കണ്ടില്ല. അശോക് ലൈലാൻഡിന്റെ എന്തോ ഇവിടെ ഇതാണ് സർവീസ് സ്റ്റേഷനോ ഗോഡൌണോ അങ്ങനെ എന്തോ. ഇവിടെ റോഡിന്റെ പണി നടക്കുന്നു, ഫ്ലൈ ഓവർ അങ്ങനെ എന്തോ പാലം ഉണ്ടെന്ന് പറഞ്ഞു. പാലവും അതിനോടൊപ്പം ഫ്ലൈ ഓവറും കൂടെ ചെയ്തു വരാനായിരിക്കും. അല്ല, ഇപ്പുറത്തോട്ട് റോഡ് അപ്പുറത്തുനിന്നേ ആ റോഡ് പോകുന്നതാ. റോഡ് കണക്ടിവിറ്റി ചെയ്യാനായിരിക്കണം. പാലം ആയിരിക്കത്തില്ല. അപ്പൊ ഈ സൈഡ് ഇനി ഹൈറ്റ് കൂട്ടും. കണ്ടോ, ഇങ്ങോട്ട് റോഡ്, ഇവിടെ റോഡുണ്ട്. അവിടുന്നേ ആ റോഡും ഈ റോഡുമായിട്ട് കണക്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം അണ്ടർഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെള്ളത്തിന്റെ മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടാവും, അതുകൊണ്ട് മേളിൽ കൂടെ വിടുന്നത്. അതിനാണ് ഇത്രയും ദൂരം ഇടിച്ചു പൊളിച്ചിട്ട് പൊക്കാൻ വേണ്ടി. ഇതിന് ഏകദേശം 6 മാസം എടുക്കുമായിരിക്കും പണിയൊക്കെ തീരാൻ. അടുത്ത് വരുന്നതിൽ ഇത് ഓക്കെ ആവും. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങോട്ട് എത്ര അടുത്ത് മഴയായിരുന്നു, പക്ഷെ നല്ല കാലാവസ്ഥ. പല സ്ഥലങ്ങളിലും മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് ചൂടറിഞ്ഞില്ലല്ലോ നമ്മള്. പാവം എന്റെ റോക്കി കൂട്ടൻ ഒരു പരുവായി ആയില്ലേടാ. അവൻ ഇരിക്കുകയാണ്. ആണ് കുറച്ചു മുമ്പ് ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോ ഇരിക്കുകയായിരുന്നു. ആകാശത്ത് കണ്ടോ ആ വെള്ള കിളികള്, കൊക്കുകളെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞല്ലേ. പക്ഷെ ഇന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്, പക്ഷെ എല്ലാ കണ്ടോ നല്ല രസമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ സെയിം പണിയുണ്ടോ? പണി നടക്കുന്നു. ഇവിടെ റോഡ് ക്രോസ് ആവുന്നുണ്ടല്ലോ,
അതിൻ്റെ ഇവിടെ ഇത്രയും ഹൈറ്റ് പൊക്കയല്ലേ റോഡ്. മണ്ണിട്ട് പോക്കണം അത്രയും. എന്തോരം മണ്ണ്, എവിടെ നിന്നൊക്കെ മണ്ണ് കൊണ്ടുവരുമെന്നോ. ഇതുപോലെയല്ലേ നമ്മുടെ അവിടെ നടക്കുന്നത്. ട്രിവാൻഡ്രത്തല്ല, പിന്നെ കേരളത്തില്. ഓക്കെ. ആ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേ. ട്രിവാൻഡ്രത്തൊന്നും നടക്കുന്നില്ലല്ലേ? എന്നാലും ഇതില് ന്യൂസിലെന്തോ കേട്ടായിരുന്നു, ജനുവരിയില് നേരെ കയറത്തില്ലേ? എല്ലാവർക്കും തിരിയാൻ വേണ്ടി പോയതാണോ? ജനുവരിയില് അത് ഓപ്പൺ ആവുമെന്നും പറഞ്ഞിട്ടുണ്ട്. പത്രത്തിലാണോ അല്ലാതെ വാട്സപ്പിലോ അങ്ങനെ എന്താണ് ഇത് കണ്ടത്. നമുക്കിനി ആ റോഡ് യാത്ര നമ്മളിപ്പോ ഇനി ഇടയ്ക്കൊന്നും ചെയ്യേണ്ടി വരില്ലല്ലോ. ഇല്ല, ഏകദേശം 400-450 കിലോമീറ്ററോളം കംപ്ലീറ്റ് ആയി റോഡ്. ഇനി ബാക്കിയിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്രയുണ്ട്? മൊത്തം 500 എത്രയാന്ന് ഞാൻ അറിയത്തില്ല, ക്ലിയർ ആയിട്ട് അറിയില്ല. നല്ല രസമുണ്ടല്ലേ, ചുവപ്പും വെള്ളയും കൂടെ പെയിന്റിങ്. നല്ല വെട്ടം ഫ്രണ്ടില്, തിരക്കുണ്ട്. റോഡിൽ നല്ല തിരക്കുണ്ട്. ഏകദേശം സേലം എത്താറായി. അതിന്റെ തിരക്കായിരിക്കും കേട്ടോ കാണുന്നേ. അതെ, സേലം അടുത്തെന്ന് തോന്നുന്നു. ഇനി എത്ര ദൂരം കൂടെ എന്നറിയില്ല. അത് അപ്പുറത്തൊരു മല കാണുന്നുണ്ട്. ഇനിയപ്പോ ഒരു 3-4 കിലോമീറ്ററിനകത്ത് സേലം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഒരു 10-15 കിലോമീറ്ററിന് അപ്പുറം വരെ വണ്ടിയിൽ ടെമ്പറേച്ചർ കാണിച്ചത് 25 ആയിരുന്നു. അതുവരെ അങ്ങറ്റന്ന് അതുവരെ. പിന്നെ ഇങ്ങോട്ട് കയറിയതും പിന്നെ കൂടാൻ തുടങ്ങി. 26, 27, 28, 29. ഇപ്പത്തെ 30 പിടിച്ച് നിൽക്കുകയാണ് ടെമ്പറേച്ചർ. അതായിരുന്നു ടെമ്പറേച്ചർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ AC-യുടെ ടെമ്പറേച്ചർ കൂളിംഗ് കൂട്ടേണ്ടി വന്നു. അത് കണ്ടാണ് ഞാൻ ഇവിടെ നോക്കിയത്. റോക്കിയുടെ കിതപ്പ് കൂടിയപ്പോഴാണ് ഞാൻ മീറ്ററിൽ നോക്കിയത്, ടെമ്പറേച്ചർ നോക്കിയത്. അപ്പോഴാണ് ഏകദേശം 28 ഒക്കെ ആയപ്പോൾ. ഇപ്പൊ 30 ടെമ്പറേച്ചർ, വെളിയിലെ ടെമ്പറേച്ചർ. അകത്ത് 23. ഇനി അടുത്ത് ബാംഗ്ലൂർ. ഇനി 211 കിലോമീറ്റർ. 201 കിലോമീറ്റർ. ഞാൻ 20 കിലോമീറ്റർ കുറച്ച് ഞാൻ ചേട്ടായോട് പറയും. 211 20 കിലോമീറ്റർ കുറച്ചാൽ എത്ര? 11 കിലോമീറ്റർ കുറച്ച്. 10 കിലോമീറ്റർ. സോറി. അപ്പോഴേ ഇനി ഒരു 4 മണിക്കൂർ യാത്ര. കാരണം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കർണാടക 4.5 മണിക്കൂർ കാണിക്കുന്നത്. ഇനി ഇത് സേലത്തിന്റെ നല്ല തിരക്കായി. 4 മണിക്കൂർ എന്ന് പറയാൻ കാരണം കർണാടകയിൽ കയറി കഴിഞ്ഞാല് ഒസൂർ കഴിഞ്ഞാല് പിന്നെ കുറച്ച് തിരക്ക് കൂടും. പിന്നെ റോഡ് ഓഫീസ് കഴിയുന്ന സമയമൊക്കെ ആയിരിക്കും, ആൾക്കാർ പോകുന്ന സമയമൊക്കെ കൂടെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്തായാലും 4.5 മണിക്കൂർ എടുക്കുമായിരിക്കും അല്ലേ? 5 മണിക്കൂർ എടുക്കും. ഇനി ഫുഡ് കഴിക്കാൻ ഇറങ്ങണ്ടേ ഇടയ്ക്ക്? ഇടയ്ക്കൊന്ന് നിർത്തണം, എല്ലാം കഴിക്കണം. ഇപ്പോഴേ വൈകുന്നേരത്തിന് വേദന തുടങ്ങി. ഇനി എവിടെയാണോ ടോൾ പ്ലാസ വരുന്നത്? അടുത്ത ടോൾ പ്ലാസയിൽ നിർത്താം. അവനെ ഒന്ന് ഇറക്കാം ഇച്ചിരി നേരം. ഇനി എന്തായാലും സേലം കഴിഞ്ഞിട്ട് ടോൾ പ്ലാസ ഉള്ളെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടോ? ഉണ്ട്. പിന്നെ 2 കൂടെ ഉണ്ട്. ഉണ്ടെന്നല്ലോ, കൂടുതലുണ്ടാവും. അവിടെ കർണാടകത്തിൽ തന്നെ 2 ഉണ്ടല്ലോ. മണിപ്പാൽ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയരുത് കൂടുതൽ. കാരണം നമ്മുടെ ലക്കിയാ അത്, പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അല്ല, എന്റെ ലക്കിയാ അത്. എന്താ സംഭവിച്ചത്? ഇവിടെയോ? അല്ല, മണിപ്പാൽ ഹോസ്പിറ്റലിൽ ചേട്ടന് ഇടയ്ക്കൊന്ന് ഞങ്ങളൊന്ന് പേടിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ ഞങ്ങൾ വിട്ടുതരുമോ? എന്താ സംഭവിച്ചത്? എന്താ? ഒരു പനി വന്നതായിട്ടായിരുന്നു. ചേട്ടന് നല്ല ഓർമ്മയുണ്ടോ? ഒരു പനി വന്നിട്ട്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ട്. പോയി 10 ദിവസം. ആ സൈഡുള്ള വണ്ടികൾ പോകുന്നില്ല, ഈ സൈഡിൽ പോകുന്നില്ല. നമ്മുടെ തെറ്റായ വഴിക്ക് വല്ലതും പോവോ? അയ്യോ, അറിയത്തില്ല. ആ സൈഡുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടേക്കുന്ന ഇത് മാത്രം വിടുന്നു. ഇത് നിന്നു. സന്തോഷമായി. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ ചെന്നൈ,
ചെന്നൈക്ക് എത്ര കിലോമീറ്റർ ചെന്നൈ 348 കിലോമീറ്റർ, കോയമ്പത്തൂർ ലെഫ്റ്റ് 166 കിലോമീറ്റർ, സേലം ടൗൺ 2 കിലോമീറ്റർ, മെട്ടൂർ ഡാം, ഇവിടെ ഒരു അപ്പോൾ ഡാമും ഉണ്ട്, 58 കിലോമീറ്റർ ലെഫ്റ്റ് ആണത്. ചെറുതായിട്ട് മൂവ് ആയി തുടങ്ങി. ടൗണിന്റെ ഇങ്ങനെയൊക്കെ വന്നോ രാത്രിയിൽ തന്നെ ആയതുകൊണ്ട്? നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ സമയത്ത് ഏകദേശം ഈ ടൈമൊക്കെ ആവുമല്ലോ നമ്മൾ. അല്ലല്ല 7 മണി കഴിഞ്ഞിട്ട് 7, 7:30, 8 മണിക്ക് അടുപ്പിച്ചാണ് ഇങ്ങോട്ട്. ഇവിടെ എത്തിയപ്പോഴാ? അതെ, 7, 8 മണിയാ. നല്ല തിരക്കാ. ഓ, ഇനി നമുക്ക് ലെഫ്റ്റ് പിടിക്കണം കേട്ടോ. അവിടെ പോയിട്ട് ഇനി ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇതില് ലെഫ്റ്റാ കാണിക്കുന്നത്. നമ്മളേട്ടാ മണിപ്പാൽ ഹോസ്പിറ്റലിന്റെ കഥ പറഞ്ഞില്ലല്ലോ. എന്താണ്? എന്താണെന്നാ ഏട്ടായിക്ക് ഒരു പനി വന്നു. അത് 1.5 പനിയായിരുന്നു. ഹോസ്പിറ്റലുകാർക്ക് 3-4 ദിവസം എന്ത് സംഭവം അറിയത്തില്ല. ഏട്ടൻ അവിടെ ചെന്ന് ഒരു 17-ാം തീയതി അവിടെ അഡ്മിറ്റ് ആയി. 18-ാം തീയതി ഒരു ഫിക്സ് വന്നു. പിന്നെ ഏട്ടന് ഓർമ്മയൊന്നുമില്ല, ഒന്നുമില്ല. അതിനു മുമ്പേ 17-ാം തീയതി തൊട്ട് ഏട്ടന് സ്വന്തം സിം ഏതൊന്നു പോലും ഓർമ്മയില്ലാത്ത ഘട്ടമായിരുന്നു. പിന്നെ ഒരു 10 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നതാണ് വിനോട്ടൻ, അറിയാവോ? അതുകൊണ്ട് മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഒരിക്കലും കുറ്റം പറയരുത്. അവിടുത്തെ ഡോക്ടറിന്റെ ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ടീമായിരുന്നു അവര്. നല്ല ട്രാഫിക്. ചേട്ടൻ പറഞ്ഞത് കേട്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പനി വരുന്നവരെല്ലാം സൂക്ഷിക്കണേ. അതെന്ത് പനിയായിരുന്നറിയോ? ഡെങ്കു ആണോ അല്ല, ചിക്കൻ ഗുനിയാണോ അല്ല, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം അവർ പറഞ്ഞു ബ്രെയിൻ ഫിയർ ആയി, ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആയി. അങ്ങനെയാണ് ഓർമ്മശക്തിയൊക്കെ നശിച്ചത്. സങ്കടമായ കുറച്ച് ദിവസം ഞങ്ങൾക്കൊരു സങ്കടകരമായ ആയിരുന്നു. നല്ല തിരക്കാറ്, നല്ല തിരക്കാറോടാ. ഇതിന് ഇവിടുന്ന് കുറച്ചങ്ങപ്പുറം മാറുന്നവരുണ്ടാവും. കൊണ്ടുകൊണ്ട് ഒരു സ്കൂട്ടർ ഇപ്പൊ തട്ടിയില്ല. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടി പോകുന്നു. നോ ട്രാഫിക് സിഗ്നൽ. അവർക്ക് തന്നെ അറിഞ്ഞൂടെ എങ്ങോട്ടാ വണ്ടി പോകേണ്ടത്. ഒരു ബാറിനെ അലങ്കരിച്ച് വെച്ചേക്കുന്ന നോക്കി അപ്പുറത്ത് ഗ്രീൻ, എന്താ പറയുന്നത്, ഗ്രീൻ റൈഡ്സ്, വിൻറ്റേജ് ബാർ, പാർട്ടി ഹാൾ എല്ലാം ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. ഇതൊരു ഹോസ്പിറ്റൽ. ബാറിനടുത്ത് ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പോയി കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് വന്നാൽ മതി. പാല, അതിലെന്തോ എഴുതിക്കുന്നത്, ശ്രീ പാല. ബാക്കി വായിക്കാറിഞ്ഞൂടാ തമിഴ്. മിക്ക കടകളും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഈ ദീപാവലി വരാറായി. ദീപാവലി പിന്നെ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ. ദീപാവലിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളായത്. കുറെ നാൾ മുമ്പ് ഞാൻ ഒരിടത്തുനിന്ന് ഒരു സാധനം മേടിച്ചായിരുന്നു. അപ്പൊ ഇന്നലെ എനിക്ക് അവിടുത്തെ മാനേജിങ് ഡയറക്ടർ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞ് ഷെയർ യുവർ ഫുൾ അഡ്രസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ട് ഹോം ഓർ ഓഫീസ് എന്ന്. അപ്പോ പറഞ്ഞ് എന്തോ പറഞ്ഞ് എവിടെയാണോ ഇത് ലെറ്റർ എല്ലാം റിസീവ് ആവുന്നത് അവിടുത്തെ അഡ്രസ്സ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഓഫീസിലെ അഡ്രസ്സ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസിലെ അഡ്രസ്സ് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാന്ന്. അപ്പൊ പറഞ്ഞു ദീപാവലിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, ആ ഗിഫ്റ്റ് സാറിന് അയച്ചു തരാൻ വേണ്ടിയാണ്, അങ്ങനെ അതിനു വേണ്ടിയാണ് അഡ്രസ്സ് ചോദിച്ചതെന്ന്. അപ്പോഴേ ദീപാവലിക്ക് ഒരു ഗിഫ്റ്റ് വരും എനിക്ക്. അല്ല, ജയ്പൂര്. ഓൺലൈനിൽ എന്തോ മേടിച്ചത്. ചിലപ്പോ നമ്മുടെ ഇതൊക്കെ മേടിച്ചായിരിക്കും, ടി വി മേടിച്ച അതിലായിരിക്കും. ഓഫീസിലെ അഡ്രസ് ഇവിടുത്തെ കൊടുത്ത് ദീപാവലിക്ക് മുമ്പ് എന്തായാലും സാധനം എത്തുമായിരിക്കും. അതുകൊണ്ട് ഓഫീസിലെ അഡ്രസ് കൊടുത്തു.
അഥവാ ഇവിടെ വരികയാണെങ്കിൽ അവരങ്ങോട്ട് അയച്ചു തരുമല്ലോ. ഇവിടുത്തെ റെസിഡൻഷ്യൽ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ച് പോകും. പിന്നെ തിരിച്ച് അങ്ങ് തന്നെ പോകും. അങ്ങനെ ഓഫീസിലാകുമ്പോൾ അവർ കളക്ട് ചെയ്തോളും, തിരിച്ച് അങ്ങോട്ട് ബട്ടിട്ടേക്ക് അയച്ചു തരും. ഞങ്ങൾ ഇവിടുത്തെ ഒരു ടോൾ പാസ് കഴിഞ്ഞ് ഞങ്ങളിവിടെ നിർത്തിയായിരുന്നു. നല്ല വിശപ്പായിരുന്നു എനിക്ക്. ഈ ഒരു കൊച്ചു തട്ടുകടയിൽ ചൂട് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ ദോശയുണ്ടായിരുന്നു, പൊറോട്ട വെജിറ്റബിൾ കറിയും. പക്ഷെ നമ്മുടെ ദോശയുണ്ടായിരുന്നു, ശകലം ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. ദോശ അതിന് ഞാൻ ഒന്ന് കഴിച്ചു. പൊറോട്ട എന്തോ ഒന്ന് കഴിച്ചപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. എന്തായാലും കഴിച്ചു. അല്ല, എന്നാലും നല്ല പൊറോട്ട ആയിരുന്നു. പക്ഷെ എനിക്ക് എന്തോ കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. വയ്യാത്തോണ്ടായിരിക്കും. ഞാനത് ദോശ കറി മുക്കി കഴിച്ച്. ഇനി എന്തായാലും ഇവിടെ നമ്മളടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ രാത്രിത്തെ ഫുഡും കഴിഞ്ഞു. സേലം കഴിഞ്ഞ് കുറച്ച് അടുത്ത സേലം കഴിഞ്ഞിട്ടുള്ള ടോൾ പ്ലാസയിലാണ് ഇപ്പൊ നിർത്തിയത്. പക്ഷെ അവന് ഞാനെടുത്ത് കൊടുത്തായിരുന്നു, ശകലം ദോശ കറി മുക്കി. പക്ഷെ അവൻ കഴിക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പോ ഈ ട്രാവലിംഗ് ടൈമിൽ അവൻ അങ്ങനെ പൊതുവെ വഴിക്ക് വെച്ച് കഴിക്കാറില്ല. ഇനി അവിടെ പോയി അവനെ ഈ ഒരു കറക്കം വിട്ട് കഴിഞ്ഞാലേ അവൻ കഴിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഗുളി കഴിക്കാൻ പോണ്. ഞാൻ ചിലപ്പം ഗുളി കഴിച്ച ഇച്ചിരി ഞാൻ വീണ്ടും കിടന്നുറങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടരാം. എനിക്ക് വലിയ സമയമില്ല, ഇനി 4 മണിക്കൂർ കൊണ്ട് എത്തും. ഇനി 183 കിലോമീറ്റർ ഉണ്ട്. 11:30 ടൈം കാണിക്കുന്നത്. നമുക്കൊരു 12 മണിയാവുമ്പോഴെങ്കിലും എത്താൻ നോക്കാം. ശരി കേട്ടോ. ഓക്കെ. നമ്മളിപ്പോ ബാംഗ്ലൂര് കയറി. ബാംഗ്ലൂര് അടുത്ത് കോറമംഗലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോറമംഗലം റൂട്ട് അല്ലേ ഇത്? അത് MG റോഡോ? കോറമംഗലം. ഇവിടുന്ന് 14 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷനിലെത്താൻ. 32 മിനിറ്റ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതുവരെ എത്തിയല്ലേ. ഇടയ്ക്ക് വെച്ച് കുറെ കാട്ട് റൂട്ടൊക്കെ കയറി വന്നായിരുന്നല്ലോ. അത് നമ്മൾ ഇവിടെ കയറുന്നത് ഗൂഗിൾ മാപ്പ് വഴി വന്നത്. നമ്മുടെ അങ്ങോട്ട് പോയപ്പോഴേ ഇതുവഴിയാ പോയത്, കൃഷ്ണഗിരി വഴിയാണ് പോയത്. പക്ഷെ നല്ല റോഡായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കൃഷ്ണഗിരി റോഡ് കിട്ടാതെ വേറെ ഗൂഗിൾ മാപ്പിൽ വേറെ റൂട്ട് കാണിച്ചു, അതുവഴി വന്നു. അത് വളരെ മോശമായ റോഡായിരുന്നു. പിന്നെ വന്ന് രാത്രി ഒന്നും കണ്ടും കൂടെയായിരുന്നു. വലിയ കുഴികളും കുഴികളിലൊക്കെ വീണും പറക്കിയൊക്കെ വന്നു. പണി നടക്കുക. മെട്രോയുടെ പണി നടക്കുന്നു. ഡേ നൈറ്റ് വർക്ക്. ഇത് മെട്രോ അല്ല ഏട്ടാ. പിന്നെ മെട്രോ ഇത്ര വീതിയോ? എനിക്കറിയില്ല. മെട്രോയുടെ ആയിരിക്കും. അല്ല, വീതി കൂടി മറ്റേ ഓടാ മോളില്. മെട്രോ ഇങ്ങനെ വരത്തില്ല ഇത്രയും. ആണല്ലേ? നമ്മള് ശാലുമുണ്ട കോളേജിന്റെ വഴി പോകുന്നേ. പക്ഷെ അത്രയും വീതിയില്ല. അപ്പൊ 4 വരി പാതയായിരിക്കും. ഒരു മെട്രോയ്ക്ക് ഇത്രയും വലിയ ഇത് വരത്തില്ല. അങ്ങനെ നമ്മള് നമ്മുടെ കോട്ടേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സമയത്രയായി? സമയം 11 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. നമ്മളവിടെ എത്ര മണിക്ക് തിരിച്ചു? 9:30. രാവിലെ 9:30 തിരിച്ച യാത്രയാണ്. എന്തായാലും ദൈവം കാത്തു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ എത്തിച്ചു. അപ്പൊ കാണിച്ചപ്പോൾ ഏകദേശം 11-11:15 ടൈമല്ലോ കാണിച്ചു. ആ സമയത്ത് നമ്മൾ എത്തി. ഇടയ്ക്ക് എത്ര പ്രാവശ്യം എന്തായാലും നമുക്ക് ഇവിടെ നിർത്തിയൊക്കെ ചെയ്തു. നമ്മൾ പല സ്ഥലങ്ങളിൽ നിർത്തിയും ഒക്കെയാണ് വന്നത്. എന്നിട്ടും ആ സമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് വരാൻ കഴിഞ്ഞു. കുറച്ച് ദൂരം മാത്രം നമുക്ക് ഒരു ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ആ റോഡ് മോശമായി. നമുക്ക് റോഡ് മാറിപ്പോയി വന്ന് കയറിയത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വന്ന് ഹൈവേയിൽ കയറി സമയത്ത് തന്നെ ഇങ്ങെത്തി. റോക്കി ആകെ ക്ഷീണിച്ച് അവശനായിരിക്കുകയാണ്. നമുക്കപ്പം ഇറങ്ങേണ്ട സ്ഥലമായി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച യാത്ര ഇവിടെ ബാംഗ്ലൂരിൽ ഒന്ന് അവസാനിച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങെത്തി. അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.